ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ സംഗതി കടുത്തു. മാണിക്കോത്ത് അടുത്ത് തന്നെ ഒരഗ്നിപർവ്വതം പൊട്ടാൻ സാധ്യതയുണ്ട്. അച്ഛനും മകനും തമ്മിൽ ഇക്കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകും. അത് നമ്മളിപ്പോ മുതലെടുക്കാൻ വേണ്ടത് അല്ലേപ്പാ? അതെ, അച്ഛനും മകനും രണ്ടാകണം. ഒരാള് മറ്റൊരാളെ കൊല്ലാൻ ആയുധമെടുക്കുന്ന രീതിയിൽ അവരെ നമ്മൾ കൊണ്ടെത്തിക്കണം. അച്ഛൻ മകനെ കൊല്ലണോ, മകൻ അച്ഛനെ കൊല്ലണോ എന്ന് എടാ നമ്മള് തീരുമാനിക്കൂടാ. ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് പണ്ടത്തെ ആ കള്ളക്കുറുക്കന്റെ തന്ത്രം തന്നെ. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ നോക്കിയില്ലേ, അത് നമ്മൾ ഇവിടെ എടുക്കുന്നു. നമ്മൾ ഒരുക്കുന്ന കെണിയിൽ അച്ഛനും മകനും തീരണം. ഒരു പട്ടടയിൽ രണ്ട് ജീവൻ. എടാ, പ്ലാമൂട്ടുകാരുടെ പതനം കാണാനായിട്ട് മഹേന്ദ്രൻ ഒരുക്കുന്ന ചതിക്കുഴിയിൽ അവൻ തന്നെ വീഴുക എന്ന് പറഞ്ഞാൽ അവൻ അറിയുന്നില്ലല്ലോ കർത്താവേ. എന്റെ കർത്താവേ, ഞാൻ രൂപക്കൂടിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു മടുക്കും. എടാ ഡേവിസേ, ഇനി നിന്റെ ഊഴമാണ്. ഡെയ്സിയെ മുന്നിൽ നിർത്തി ശിവനെതിരെ കളിക്കുന്ന കളികൾക്ക് ഫുൾ സപ്പോർട്ടോടെ എടാ ഞങ്ങള് ഈ പ്ലാമൂട്ടുകാർ കൂടെ ഉണ്ടാവൂടാ. അവരുടെ രണ്ടുപേരുടെയും ചിത എരിഞ്ഞടങ്ങുന്നത് വരെ. മോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതോർത്തിനി മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? നിന്റെ ഇഷ്ടത്തിൽ കവിഞ്ഞ് മറ്റൊന്നും അമ്മയ്ക്കില്ല. എടാ, നീ സന്തോഷവാനായിട്ടിരിക്കെ. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നിന്നെ ബാധിക്കില്ല. അമ്മ, ഞാനായിട്ട് ചെയ്തൊപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. ഞാൻ അങ്ങ് ചെയ്തു പോവും. അതെന്താന്ന് ചോദിച്ചാ എനിക്ക് ഉത്തരവില്ല. അതൊക്കെ പോട്ടെ, നീ വന്ന് ഭക്ഷണം കഴിക്കേ. ആഹാരത്തിനോട് വഴക്കിടേണ്ട കാര്യമില്ലല്ലോ. അമ്മ കഴിച്ചോ, എനിക്ക് വിശപ്പൊന്നുമില്ല. ശിവ, നീ എന്ത് ഭാവിച്ചാ? ഞാൻ ഇതൊക്കെ പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ലേ? പിന്നെ നീ അച്ഛനുമായിട്ട് ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എടാ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് വഴക്ക് മാറ്റാൻ നോക്ക്. എനിക്ക് അച്ഛനോട് ഒരു വഴക്കുമില്ല. പക്ഷേ അച്ഛന്റെ ചില നിലപാടുകളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എതിർക്കും. അത് ഞാൻ എന്നോട് കാണിക്കുന്ന നീതിയാണ്. ദേ, ഇങ്ങനൊന്നും നീ നിന്റെ അച്ഛനോട് എതിർത്ത് സംസാരിച്ചിട്ടില്ലല്ലോ. അതിന്റെ ഒരു സങ്കടത്തിൽ അദ്ദേഹവും. എടാ, അതിപ്പോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അതൊക്കെ അങ്ങ് മാറും. അമ്മയെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. എടാ ശരി, നീ അങ്ങോട്ട് വരണ്ട. എന്നാ പിന്നെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഇവിടെ ഇരുന്നാവുമ്പോ നീ ഭക്ഷണം കഴിക്കുന്ന വിവരം അച്ഛനോട്ട് അറിയാനും പോകുന്നില്ല. എടാ, ഈ രാഷ്ട്രീയക്കാരൊക്കെ നിരാഹാരം കിടക്കുമ്പോ അങ്ങനെ ചെയ്യുന്നേ. അമ്മേ, ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോകും കേട്ടോ. ശരി ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ശിവാ. സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ജീവിക്കുന്നേ? അച്ഛന്റെ ദേഷ്യം കാണണം, മക്കളുടെ ദേഷ്യം കാണണം. എന്നാ ഇവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുകയും വേണം. എടാ, ഞാൻ ശരിക്കും ഇവിടുത്തെ ആരാ പറ? സ്വസ്ഥതകളെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? ശരി, സമ്മതിച്ചു. ഞാനിവിടെ നിൽക്കുന്നുണ്ടാണല്ലോ കുഴപ്പം. ഞാൻ ഇറങ്ങി പോയിക്കോളാം. മോനെ നിക്ക്. എടാ ശിവ, മോനെ. ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കിട്ടി വളരേണ്ട സമയം ഈ കുട്ടികളുടെ കാര്യം പോലും വിഷ്ണുവേട്ടൻ ഓർക്കുന്നില്ലല്ലോ. ഏതോ ഒരു കോണിലിരുന്ന് സ്നേഹിച്ചിട്ട് എന്താ കാര്യം?
അവർക്ക് ആവശ്യമുള്ള സമയത്ത് അത് കൊടുക്കുമ്പോഴല്ലേ അതിന് സ്നേഹം എന്ന് പറയാൻ പറ്റും. വിഷ്ണുവേ, അച്ഛൻ എപ്പോ വരുമെന്ന് എന്റെ മക്കൾ ഇപ്പൊ ചോദിക്കാതെ ആയിരിക്കുന്നു. അവർക്ക് മടുപ്പ് തോന്നിക്കാണും. മടുപ്പ് തോന്നാത്തത് എനിക്കാണല്ലോ. ഞങ്ങള് വേണ്ടേ വിഷ്ണുവേട്ടന്? ഇങ്ങനെ ഒറ്റപ്പെടുത്തി അകറ്റി നിർത്താൻ മാത്രം എന്ത് തെറ്റാ വിഷ്ണുവേട്ടൻ ഞങ്ങൾ ചെയ്ത്? വിഷ്ണുവേട്ടന് ജീവന് തുല്യം സ്നേഹിച്ചതോ? വാശിയാണോ? ആരോട്? പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനു വേണ്ടി നമ്മളൊന്ന് തോറ്റുകൊടുക്കുന്നതിനേക്കാൾ വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടോ? എനിക്ക് വിഷ്ണുവേട്ടനോടുള്ള സ്നേഹത്തിന്റെ ആഴം പറഞ്ഞു ബോധ്യപ്പെടുത്താനാവില്ല. പക്ഷെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജീവിച്ച് കാണിച്ചേനെ, ജീവിച്ച് ബോധ്യപ്പെടുത്തുമായിരുന്നു. അന്യായം ചെയ്യുന്നവർക്കൊരു പേടി ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടാവുമ്പോ. സൂപ്പർമാൻ എന്നാണോ പേര്? പേരെന്ത് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഒരു ആപത്ത് വരുമ്പോ ഒരാൾ തുണക്കെത്തുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു.